നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററാ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. പ്രതീക്ഷിത പോലെ ആ ജോലി നിനക്ക് തന്നെ ലഭിച്ചല്ലോ. സന്തോഷം. ചേച്ചി മോളിരിക്കെ, ഞാൻ ചായ എടുക്കാൻ പറയാം. ഏയ് അതൊന്നും ഇപ്പൊ വേണ്ട. ഇത് കണ്ടോ, മുത്തശ്ശിയുടെ കാലിന്റെ വേദന മാറ്റാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ തൈലുവാ. സ്പെഷ്യൽ തൈലോ? അതെ, ഇത് പുരട്ടിയാലേ വേദന വേഗം മാറും. ഞങ്ങൾക്കിത് അനുഭവം ഉള്ളതാ. ആണോ? ആണ് മുത്തശ്ശി. ഞാനിത് മുത്തശ്ശിയുടെ കാലിൽ പുരട്ടി തട്ടെ? എങ്ങനെയുണ്ട്? ഒഴിയുമ്പോഴേ നല്ല സുഖമുണ്ട്. എന്നാലേ നമുക്ക് എഴുന്നേറ്റൊന്ന് നടന്നു നോക്കിയാലോ? ഞാൻ പിടിക്കാം. നടക്കണോ? മെല്ലെ മെല്ലെ ഇച്ചിരി നടന്നാലേ അസുഖം സുഖപ്പെടൂ. ഞാൻ പിടിക്കാം. അതൊന്നും വേണ്ട മോളെ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മോളെ അത് എഴുന്നേറ്റ് എഴുന്നേറ്റ് കാലെടുത്ത് താഴെ വെച്ച് വേണ്ട മോളെ. ഞാനിവിടെ ഉണ്ടല്ലോ മുത്തശ്ശി. വാ, മുത്തശ്ശി നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. പിടിച്ചേ, വാ. മോളെ കാല് ആ വേദനയൊക്കെ അങ്ങ് മാറും. നടന്നേ, പതുക്കെ. ആ പതുക്കെ, പതുക്കെ പതുക്കെ. അങ്ങനെ നടക്ക്. മുത്തശ്ശി, നടക്കാൻ പ്രയാസമാണെങ്കിൽ ഈ എണ്ണയും തൈലവും ഒഴിവാക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിനെ വരുത്തി ചികിത്സിക്കാം. ഏയ് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ തൈലം പുരട്ടി കഴിഞ്ഞാൽ മതി, മുത്തശ്ശിയുടെ എല്ലാ വേദനയും മാറും. മുത്തശ്ശിക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ നല്ല ചൂടിയോടെ നടക്കും. ഞാനാ പറയുന്നത്. ഉറപ്പാണോ? ഉറപ്പ്. ഇതിന് ഞാൻ ഗ്യാരണ്ടി. നടക്കുമ്പോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കണം. അത് കഴിഞ്ഞ ആ പ്രയാസം അറിയേയില്ല. മുത്തശ്ശി നിർത്തണ്ട, നടന്നേ, ഒന്നും സംഭവിക്കില്ല. കോംപ്ലിക്കേറ്റ് ആക്കരുത്. ഒന്നും ഉണ്ടാവില്ല. മുത്തശ്ശി നടന്നേ. പതുക്കെ പതുക്കെ. നിർത്തിക്കോ. ഇനി തിരിഞ്ഞു പിടിച്ച. മോനെ, മോള് പറഞ്ഞ നേരാട്ടോ. ഇപ്പൊ വേദനയ്ക്ക് നല്ല കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേദന മാറൂന്ന്. ആ ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞത്. ഇപ്പൊ കുറച്ച് സമാധാനമായി. സാറിന്റെ ടെൻഷൻ മാറിയോ? മുത്തശ്ശിക്ക് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാനതിനാ ടെൻഷൻ ആവുന്നേ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മുത്തശ്ശി, ഇനി വേറെ വൈദ്യനെയും ഫിസിയോതെറാപ്പിസ്റ്റിനൊന്നും തപ്പി പോണ്ട. എല്ലാത്തിനും പോകുന്ന ആള് അടുത്ത് തന്നെ ഉണ്ട്. എന്നാ ട്രീറ്റ്മെന്റ് നടക്കട്ടെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി വേറെ വൈദ്യനെയും ഫിസിയോതെറാപ്പിസ്റ്റിനൊന്നും തപ്പി പോണ്ട. എല്ലാത്തിനും പോകുന്ന ആള് അടുത്ത് തന്നെ ഉണ്ട്. വേഗം സൂക്ഷിച്ചേ. കേൾക്കോ. ഇത് പിടിച്ചേ. അങ്ങനെ അവള് ജയിച്ചു പോകാൻ വിടാൻ പാടില്ല. വള നീ എന്ത് കരുതി? ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിച്ചോ? നോക്കി നിൽക്കാതെ ആ കൊച്ചിന്റെ കട്ടിന്ന് മാല വരി എടുക്കടാ. കൊച്ചിനെ തുടരുത്.
മോളോ? ഹെബിച്ചേട്ടാ വണ്ടി നിർത്ത. ചേട്ടാ ഹെബിച്ചേട്ടാ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട. ടീച്ചറെ കുട്ടികളെ സേഫ് അല്ലേ? ഹെബിച്ചേട്ടാ വണ്ടി എടുക്ക. ചേച്ചി ദേ ഇത് കണ്ടോ? എന്താ ഇത്? ഇതെന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററാ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. പ്രതീക്ഷിത പോലെ ആ ജോലി നിനക്ക് തന്നെ ലഭിച്ചല്ലോ. സന്തോഷം. ഇത് പൊന്നു ചേച്ചി. എന്താ മഞ്ജു? നിങ്ങളെ ഈ മൊബൈലും കൊത്തിക്കൊണ്ട് സദാ നേരം ഇങ്ങനെ ഇരുന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്നാ? അവിടെ ഗോപിക്ക് വരെ ജോലി കിട്ടി. അവക്ക് ജോലി കിട്ടുന്ന ഉറപ്പായിരുന്നല്ലോ. നിങ്ങൾ ഇത് എവിടെ പോവാ? എന്താ അതിന്റെ ഭാവം? നിങ്ങൾ ഇനി എന്നാ ഒരു ജോലി തരപ്പെടുത്തുന്നേ? നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്ന വാർത്ത കേൾക്കാനുള്ള യോഗം ഈ ജന്മത്തിൽ എനിക്ക് ഉണ്ടാവോ? മഞ്ജു, ഇതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാ. ഞാൻ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, ജോലി കിട്ടണ്ടേ? പ്രയത്നിക്കേണ്ട രീതിയിൽ പ്രയത്നിച്ചാലേ ജോലി കിട്ടും. ഇത് ഒരൊറ്റ കീറം വെച്ചാണല്ലോ. ജോലിയെ കുറിച്ചുള്ള സംസാരം ഈ വീട്ടിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പിന്നെ നീ എന്തിനാ വാ തുറക്കുന്നേ? എനിക്ക് നാണക്കേടായതുകൊണ്ട്. എന്നാ നീ ഇറങ്ങി എനിക്ക് വേണ്ടി ജോലി തണ്ട്. ഓ, അപ്പൊ ഞാൻ തന്നെ ജോലി കണ്ടുപിടിച്ച് തരണമായിരിക്കും. എന്താടാ എന്താ ഇവിടെ ഒരു ബഹളം? അപ്പുറത്തെ ആളുകളുള്ളതല്ലേ? നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടിയ നാണക്കേടാ ഇവിടെ. അത് അമ്മ മരുമകളെ പറഞ്ഞ് പഠിപ്പിക്കേ. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഓ, എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. ഞാനെന്തോ മനഃപൂർവ്വം ജോലിക്ക് ട്രൈ ചെയ്യാത്ത പോലെ അവളുടെ സംസാരം. മോളെ, ജോലി ഇല്ലാന്ന് പറഞ്ഞ് നീ ഇവനോട് തല തല്ലിയിട്ട് ഒരു കാര്യമില്ല. എല്ലാം നമ്മുടെ ഭാഗ്യദോഷ. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ? ജോലി കിട്ടാനുള്ള യോഗം വിധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.